ഹലോ ഹായ്. ഇന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒറീസ തീരത്ത്, ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റിൽ ഒറീസ തീരത്ത് ഒരു ബൾക്ക് കാരിയർ ഷിപ്പ് വീണ്ടും മുങ്ങിയിട്ടുണ്ടെന്ന്. അതും 24 ആൾക്കാരുണ്ടായിരുന്നു, 3 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഇന്നത്തെ കാലത്ത് ഇത്രയും രക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും കപ്പലിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ബൾക്ക് കാരിയർ ഷിപ്പുകൾ മുമ്പും മുങ്ങിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഒറീസയിൽ നിന്നും ലോഡ് ചെയ്തു പോയ ബൾക്ക് കാരിയേഴ്സ് പണ്ടും ലോഡ് ചെയ്ത് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേ കടലെത്തുമ്പോഴേക്ക് സിങ്കായ അവസ്ഥ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ബൾക്ക് കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ട് കാർഗോസ്, മറ്റ് പാക്കേജ്ഡ് ഫോമിലല്ല, ടാങ്കിലുള്ള ലിക്വിഡ് അല്ലാതെ ബൾക്കായിട്ട് കാർഗോസ് കൊണ്ടുപോകുന്ന ഷിപ്പിനെ പറയുന്ന പേരാണ് ബൾക്ക് കാരിയേഴ്സ്. അതിൽ ഇപ്പം ഈ ഒരു ഷിപ്പ് മുങ്ങിയതിൽ ഇവർ കൊണ്ടുപോയിരിക്കുന്ന കാർഗോ അയണോർ ആണ്. അപ്പം ഇത്തരം കപ്പലുകൾ മുങ്ങുന്നതിന്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഈ അയണോർ, ഇരുമ്പയിര് എന്നറിയപ്പെടുന്ന അയണോർ ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മെയിൻ എക്സ്പോർട്ട് പോർട്ട് അയണോറിൻ്റെത് ഈ ഒറീസയിലുള്ള പാരദീപ് എന്ന് പറഞ്ഞ പോർട്ടുമാണ്. എന്തുകൊണ്ട് ഈ ഒരു അയണോർ ഇത്രയും പ്രശ്നക്കാരനാണെന്ന് നോക്കിയാലോ. അയണോർ എന്ന് പറഞ്ഞ കാർഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ചെളി തന്നെയാണ്, ഒരു മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്നുള്ള ഇരുമ്പിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അയണോറിനെ ഇന്ത്യയിൽ നിന്ന് മെയിൻ ആയിട്ട് ചൈനയിലേക്കും സിംഗപ്പൂരിലേക്കും കൊണ്ടുപോകുന്നത്. ഈ ഒരു അയണോർ എന്ന് പറഞ്ഞ കാർഗോയ്ക്കകത്ത് ട്രാൻസ്പോർട്ടബിൾ മോയ്സ്ചർ ലിമിറ്റ്, അതായത് ഉണ്ടാകാൻ പറ്റാവുന്ന മാക്സിമം വെള്ളത്തിന്റെ അളവിന് ഒരു നിശ്ചിതമായ കണക്കുണ്ട്. ചില സമയങ്ങളിൽ ഈ ഒരു കണക്ക് അളന്നതും അതിന്റെ മെഷർമെന്റ് ചെയ്തതിൽ വെച്ചിരുന്ന എററും മറ്റും കാരണം ഇതിൽ ഉണ്ടായിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാവുകയും ഈ ഒരു കപ്പലിൽ ലോഡ് ചെയ്ത കാർഗോ, ഡ്രൈ ആയിട്ട് ലോഡ് ചെയ്ത കാർഗോ കപ്പലിൽ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയി ഹാച്ച് എല്ലാം ക്ലോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി ഷിപ്പിന്റെ വൈബ്രേഷനും ഷിപ്പിന്റെ റോളിങ്ങും പിച്ചിങ്ങും എല്ലാം കാരണം ഇതിലുള്ള വാട്ടർ സെറ്റിൽ ആവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെളി എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ അയണോർ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അയണോറിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാർഗോ ആണ്. അതായത് ചെറിയ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ള ഒരു കാർഗോ ആണ്. ഹാച്ചിന്റെ ജസ്റ്റ് 25% നിറയ്ക്കുമ്പോഴേക്ക് തന്നെ ഷിപ്പ് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിലേക്ക് ഷിപ്പ് സിങ്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത്തരം അവസ്ഥയിലുള്ള ഈ ഒരു കാർഗോ കുറച്ചു നേരം കഴിയുമ്പോൾ അതൊരു ചെളി രൂപത്തിലേക്ക് മാറുമ്പോൾ ഷിപ്പ് പിന്നെ വീണ്ടും റോളിംഗ് പിച്ചിങ് ഷിപ്പ് സൈഡിലേക്കെല്ലാം റോൾ ആവുകയും ചെയ്യുമ്പോൾ ഈ ഒരു ചെളി ഒരു സൈഡിലേക്ക് പോയിട്ട് സെറ്റിൽ ആവുകയും ഷിപ്പിന്റെ സ്റ്റെബിലിറ്റിയെ ഇമ്മീഡിയറ്റ്ലി ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു സൈഡിലേക്ക് ഇത്രയും വെയിറ്റ് പോയി സെറ്റിൽ ആവുമ്പോൾ ഷിപ്പിന് പിന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒറ്റയടിക്ക്, അതായത് കപ്പലിലുള്ളവർക്ക് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങാൻ ലൈഫ് ബോട്ടോ മറ്റോ യൂസ് ചെയ്ത് ഇറങ്ങാനുള്ള സമയം പോലും കൊടുക്കാതെ ഈ ഷിപ്പ് ഒറ്റയടിക്ക് സാങ്ക് ആവുകയും ക്യാപ്സൈസ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് എല്ലായ്പ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പം ഇപ്പം നടന്നിരിക്കുന്ന ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബ്ലി ഒരു അയണോർ കൊണ്ടുപോകുന്ന ഷിപ്പിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ മേജർ ഇൻസിഡന്റ് ഇത് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇപ്പോഴും ഇവിടെ നടന്നിട്ടുണ്ടാവുക.